നമസ്കാരം. വെൽക്കം ടു എം യൂണിവേഴ്സ്. ഇന്ന് നമ്മൾ സെൽഫ് ലവിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എന്താണ് ഈ സെൽഫ് ലവ്? ഈ സെൽഫ് ലവ് നമ്മുടെ ജീവിതത്തിൽ എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്? നമുക്കൊന്ന് നോക്കിയാലോ. നമ്മൾ പലപ്പോഴും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അത് വർക്ക് റിലേറ്റഡ് ആയിക്കോട്ടെ, അത് പേഴ്സണൽ കാര്യങ്ങളായിക്കോട്ടെ, അതൊക്കെ നമ്മൾ അപ്രീസിയേഷൻ ആഗ്രഹിക്കാറുണ്ടല്ലേ മറ്റുള്ളവരിൽ നിന്ന്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കണം, അതിലൂടെ നമ്മൾ സ്വയം വൃത്തിയാണെന്നും നമുക്ക് അപ്രീസിയേഷനിലൂടെയാണ് നമ്മൾക്ക് ബോധ്യം വരുന്നത് ദാറ്റ് ഞാൻ ഇതിന് കേപ്പബിളാണോ, വർത്തി ഓഫ് ലവ് ആണ്, റെസ്പെക്റ്റൊക്കെ ഡിസേർവ് ചെയ്യുന്ന ആളാണെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നമ്മൾ മറ്റുള്ളവരിൽ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുന്നത് ശരിയാണോ? അത് ശരിയായ കാര്യമാണോ? അവിടെ നമുക്ക് എപ്പോഴും അത് പോസിബിളാണോ? എപ്പോഴും നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് അപ്രിസിയേഷൻ കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. അപ്പം നമുക്ക് എപ്പോഴെങ്കിലും അപ്രിസിയേഷനും ലവ്, റെസ്പെക്റ്റ് എല്ലാം വേണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് സ്വയം അത് ചെയ്ത് നോക്കിയാലോ. അത് സ്വയം ചെയ്താലല്ലേ നമുക്കത് നിന്നും നിലനിൽക്കൂ. എങ്ങനെയാണ് സ്വയം ചെയ്യുക? എന്നാൽ പിന്നെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തുടങ്ങിയാലോ. ആദ്യം തന്നെ നമുക്ക് ജേർണലിംഗ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എന്താണ് എന്ന് ആദ്യം